നമുക്കിന്ന് ഒരു ബോണ്ട ഉണ്ടാക്കാം, അതും ദോശമാവ് കൊണ്ട്. അതിന് വേണ്ടത് ആദ്യം ഒരു കപ്പ് ദോശമാവ് എടുക്കുക, ഇഡ്ഡലി മാവ് ഏതെങ്കിലും, എന്നിട്ട് അല്പം ഉപ്പ്, ഒരു 5-6 കുരുമുളക്, പിന്നെ മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇതെല്ലാം വളരെ പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി, നമുക്കിങ്ങനെ പിച്ചി ഇങ്ങനെ എണ്ണയിലോട്ട് ഇടാൻ പാകത്തിന് കൺസിസ്റ്റൻസി വരാൻ വേണ്ടി ഒരല്പം കടലമാവ് കൂടെ ചേർത്ത് അത് മാറ്റി വയ്ക്കും ഒരു 5 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്കിതിന് ചട്നി റെഡിയാക്കാം. തേങ്ങയും പൊട്ടുകടലയും മല്ലിയിലയും പച്ചമുളകും ചുവന്നുള്ളിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ചട്നി റെഡിയായി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം തീ വളരെ സിമ്മിലാക്കി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ഈ മാവ് ഇങ്ങനെ പിച്ചി ഇടാം. കുറേശ്ശെ കൈ കൊണ്ട്, സ്പൂൺ കൊണ്ട് ഇട്ടാലും മതി, പക്ഷേ എനിക്കിങ്ങനെ കൈ കൊണ്ട് ഇടാനായാലും. എന്നിട്ട് വളരെ തീ കുറച്ച് വെച്ചിട്ട് ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ ആ കളറാവുന്ന സമയം വരെ നല്ലപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടാൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിങ്ങനെ നല്ലപോലെ ഉരുണ്ട് വീർത്ത് വരും. അപ്പോൾ അതേ ബോണ്ട റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്, എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.